ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് നമുക്ക് നല്ലൊരു കപ്പപ്പുഴുക്കും മത്തിക്കറി ഉണ്ടാക്കി നോക്കാം. ചെറിയ മത്തിയായിട്ടോ കിട്ടിയത്, നല്ല കുഞ്ഞു മത്തി. അതിനെ നമുക്ക് വെട്ടിയൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ മത്തി വെട്ടിക്കൊണ്ടിരിക്കുക. 1 കിലോ മത്തിയായിട്ടോ വാങ്ങിച്ചത്. മത്തിയുടെ 1 കിലോ മത്തിയുടെ കൂട്ടത്തിൽ നമുക്ക് ഫ്രീ കിട്ടിയത് 2 കുഞ്ഞ് ചെമ്മീൻ. മത്തിക്കറിക്കുള്ള ഇഞ്ചി വിളവെടുക്കാൻ പോയതാണ്. ഇഞ്ചി കുറച്ച് ഗ്രോ ബാഗിനകത്ത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് പറിച്ച് നോക്കാം. സ്വന്തം ഇഞ്ചി പറിച്ചതിൻ്റെ അഭിമാനമായി കാണുന്നത്. മത്തി കഴുകി കൊടുത്തോടെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് പാചകക്കാർ ചെയ്യട്ടെ, മീൻകറി. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചു. ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ കടുകിട്ടു. ഇനി മീൻകറിക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. അതിന് ഓരോരോ സാധനങ്ങൾ ഇടുക. വെളുത്തുള്ളി, പച്ചമുളക്, പകുതി മീന കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ട സാധനങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഇഞ്ചി, പച്ചമുളക് നമ്മുടെ സ്വന്തമാട്ടോ. വെളുത്തുള്ളി, ഉള്ളി മാത്രമേ ഉള്ളൂ ഇതിൽ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത്. കറിവേപ്പില ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മൾ മീൻകറിക്കകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുള്ളൂ. ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പുളി നമ്മൾ കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വെള്ളത്തിലിട്ട് വെച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. അപ്പോഴേക്കും നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേകും. നമ്മുടെ ചെമ്മീനും ആ കൂടെ ഉണ്ട്. മത്തിക്ക് കറിക്ക് കൂട്ടാനുള്ള കപ്പ അപ്പുറത്തെ അടുപ്പ് വെന്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നമ്മുടെ കപ്പയും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. മത്തിക്കറി വെന്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ നമ്മുടെ കപ്പപ്പുഴുക്കും മത്തിക്കറിയും വെന്തു. ഇനിയിപ്പോൾ നമ്മുടെ പണിയല്ലേ, നമുക്കൊന്ന് കഴിച്ചേക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഏതൊക്കെ മീനായാലും മത്തിയുടെ അത്രയും ടേസ്റ്റ് വേറൊന്നിനുമില്ല അല്ലേ. അങ്ങനെ നമ്മുടെ കപ്പയും മത്തിക്കറിയും നമുക്ക് കഴിക്കാം.
അപ്പോൾ ശരിയെന്നാൽ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ.